ഇന്ന് ഞാൻ ചെറിയൊരു ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ അകത്തും ഒരു ചെറിയ 2 ഫ്ലവറും വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്ലവർ തന്നെ വരക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള കളർ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ താൽക്കാലികമായി എൻ്റെ കയ്യിൽ ഈ റെഡും ഗ്രീനും മാത്രമേ കട്ട പിടിക്കാത്ത കളറുള്ളൂ. ബാക്കിയെല്ലാം കട്ട പിടിച്ചിട്ടുള്ളത്. കുറേ കാലമായി യൂസ് ചെയ്തിട്ട് സത്യം പറഞ്ഞ്. പിന്നെ കുറേ കാലമായി പൊടി പിടിച്ചെടുക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, ഈ സ്റ്റോൺസ്. അതും വെച്ച് ഞാൻ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫ്ലവറിൻ്റെ ഇന്നർ പോർഷനിലും അതുപോലെ തന്നെ ഔട്ടർ പോർഷനിലും മാത്രമാണ് ആ സ്റ്റോൺസ് വെച്ച് ഒട്ടിക്കുന്നത്. അത് വെച്ചപ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് അല്ലേ. ഇനി ആ ഫ്ലവറിൻ്റെ ബാക്കിൽ വെക്കാനായിട്ട് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ വാൾപേപ്പറിലും കിട്ടുന്ന ആ കാർഡ്ബോർഡില്ലേ, അത് പീസായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അടിഭാഗം നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചുകൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്ലവറും രണ്ടെണ്ണില്ലേ, അത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യുന്നത് കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഗ്ലൂഗണിൻ്റെ ആ വയറില്ലേ, അത് സ്വിച്ച് ബോർഡ് വരെ എത്തൂല, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതിപ്പോൾ വലിയ പെർഫെക്ഷനൊന്നും ഇല്ലെന്നറിയാം, പക്ഷേ നെക്സ്റ്റ് ടൈം ബെറ്റർ ആക്കാം. സമയമുണ്ടല്ലോ.